അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. ഏറെ സ്നേഹം നിറഞ്ഞ ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ കലാം പൂർണ്ണമായി പഠിക്കുവാനും അതിൻ്റെ ആശയവും അതിൻ്റെ അർത്ഥവും അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച രൂപത്തിൽ ഖുർആനിൻ്റെ ആളുകളായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, തിൽമീദുകളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചതുപോലെ തജ്വീദിൻ്റെ അക്ഷരങ്ങളുടെ വിഭാഗങ്ങളെ സംബന്ധിച്ചാണ് നാം മനസ്സിലാക്കിയത്. കാറ്റഗറികളായിട്ട് തിരിക്കുന്നു എന്നുള്ളത്. അതിൽ നമ്മളന്ന് മനസ്സിലാക്കിയിരുന്ന അക്ഷരങ്ങളാണ് ഹുറൂഫുൽ ഹൽഖിന്റെ അക്ഷരങ്ങൾ. നാം മനസ്സിലാക്കിയിട്ടുള്ള തൊണ്ടയിൽ നിന്ന് വരുന്ന 6 അക്ഷരങ്ങൾ. അവ ഒരിക്കലും മറ്റൊരു അക്ഷരത്തോട് ചേർത്ത് വായിക്കാൻ പാടില്ല. ഇത് വളരെ വ്യക്തമായി നാം വിശദീകരിച്ചതാണ്. ഇപ്പൊ ഹംസ, ഹ, ഐൻ, ഹ, സെന്ററിൽ അതിന് മുകളിൽ നിന്ന് വരുന്ന ഹ, ഗ, ഇങ്ങനെയുള്ള 6 അക്ഷരങ്ങൾ ഹൽഖിന്റെ അക്ഷരങ്ങളാണെന്ന് നാം മനസ്സിലാക്കി. ഇനി അടുത്തത് നാം മനസ്സിലാക്കിയ മറ്റൊരു ഇനമാണ്, വിഭാഗമാണ് ഹുറൂഫുൽ ഖൽഖല. ഈ അക്ഷരങ്ങൾക്ക് സുക്കൂൺ നൽകപ്പെട്ടാൽ ഖുത്ബ്, ജദ് എന്ന രീതിയിൽ നാം ഒരു സൂചകമായി പഠിച്ചിരുന്നു. ഈ കാണുന്ന ഈ 5 അക്ഷരങ്ങൾ, ഇവക്ക് സുക്കൂൺ നൽകപ്പെട്ടാൽ അത് കൽക്കലയാക്കി അത് ഇങ്ങനെ മുഴപ്പിച്ചുകൊണ്ട് പറയുക. ഒരു ഉദാഹരണം, ഖുൽ ഹുവല്ലാഹു അഹദ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്. അങ്ങനെ രീതിയിൽ അവസാനം വരുമ്പോൾ ഇതിന് സുക്കൂൻ എവിടെ വന്നാലും സുക്കൂൻ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ 5 അക്ഷരങ്ങളെ നിങ്ങൾ മുഴപ്പിച്ച് പറയുക എന്നതാണ് നമ്മൾ പഠിച്ചിരുന്നത് ഹുറൂഫുൽ ഖൽഖല. അതിന്റെ കൂട്ടത്തിൽ മറ്റു 2 അക്ഷരങ്ങളാണ് വാവും യാവും. ഇത് ഹുറൂഫുൽ ലീ, സോഫ്റ്റ് ആയ ലൈറ്റ് ആയിട്ട് വരുന്ന അക്ഷരമാണ്. ഈ 2 അക്ഷരത്തിനും സുക്കൂൺ നൽകപ്പെടുകയും അതിന്റെ മുന്നിൽ ഫതഹ് വരികയും, ശ്രദ്ധിക്കുക, സുക്കൂൺ നൽകപ്പെടുകയും അതിന്റെ മുന്നിലുള്ള ഏത് അക്ഷരത്തിനും, ഏതൊരു അക്ഷരമാകട്ടെ, ആ അക്ഷരത്തിന് ഫതഹ് ആണെങ്കിൽ അവയെ ലൈറ്റ് ആയിക്കൊണ്ടാണ് അതിനെ ഉച്ചരിക്കുക എന്നത്. ഉദാഹരണം, ബൈത്ത്, ബാക്ക് ഫതഹ്, യാഇന് സുക്കൂനാണ്. ബൈത്ത്. ഇനി ഖൗഫ്, ഖാക്ക് ഫതഹ്, വാവിന് സുക്കൂനാണ്. അപ്പോ ഖൗഫ്, ജൗഫ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അത് പാരായണം ചെയ്യാവുന്നതാണ്. ആ കൂട്ടത്തിൽ നാം അവസാനമായി മനസ്സിലാക്കിയ 7 അക്ഷരങ്ങളും അത് ഹുറൂഫുൽ ഇസ്തിഅല, നാവ് ഉയർന്നു പോകുന്ന അക്ഷരങ്ങളെ സംബന്ധിച്ച് നാം പഠിച്ചിരുന്നു. ഖുസ, ലിഗ്തിൻ, ഖിദ്, ഇങ്ങനെ രീതിയിൽ നമ്മൾ പഠിച്ചതാണ്. ഈ അക്ഷരങ്ങളാണത്. അതിന് സൂചകമായി പഠിച്ച ഒരു വാചകമാണ് ഖുസ, ലിഗ്തിൻ, ഖിദ്. അപ്പൊ ഈ രീതിയിൽ ലിഗ്തിൻ, ഖിദ് എന്ന രീതിയിൽ തന്നെ നാം പഠിച്ചിരുന്ന ആ അക്ഷരങ്ങളാണ്. ഈ അക്ഷരങ്ങൾ അത് ഉയർന്നു പോകുന്നതാണ്. ആ രീതിയിൽ തന്നെ നാം ഉച്ചരിക്കുക. നമ്മുടെ നാവ് ഉയർന്നു പോകുന്നതിനാലാണ് ഇസ്തിഅല. ബാക്കിയുള്ള മുഴുവനും അക്ഷരങ്ങളും ഇസ്തിഫാലാണ് എന്ന് നാം മനസ്സിലാക്കി. ചെരിഞ്ഞു പോകുന്ന ബ, ത, ത, ഇങ്ങനെ ഒരു ചെരിവ് ഉള്ള രീതിയിലാണ് ബാക്കിയുള്ള മുഴുവനും അക്ഷരങ്ങളും പറഞ്ഞിരുന്നത്. ഇനി നമുക്ക് ഒരു അടുത്ത നമ്മുടെ യഥാർത്ഥമായ ഒരു നിയമത്തിലേക്ക് വേണമെങ്കിൽ എന്ന് പറയാം. അഹ്കാമു നൂൻ സാക്കിന വ തൻവീൻ. നൂൻ സാക്കിനയുടെ വിധികളാണ് എന്ന് പറഞ്ഞാൽ, നൂൻ ഇതിന്റെ മുന്നിൽ ചില അക്ഷരങ്ങൾ അല്ലെങ്കിൽ ആ അക്ഷരങ്ങൾ നൂനിന് ശേഷം, നൂനിന് മുന്നിലല്ല, നൂനിന് ശേഷം വരുന്ന ചില നിയമങ്ങൾ, ചില അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏകദേശം 5ഓളം നിയമങ്ങളുണ്ട്. അതാണ് ഇദ്ഹാർ. രണ്ടാമത്തേതാണ് ഇഖ്ലാബ്. മൂന്നാമത്തെ ഇദ്ഗാം ബിഗുന്ന, നാലാമത്തെ ഇദ്ഗാം ബിലാഗുന്ന, അവസാനത്തെ ഇഖ്ഫാ. ഇങ്ങനെ 5 ഇനങ്ങളാക്കിയിട്ട് ഇതിന്റെ അക്ഷരങ്ങൾക്ക് തന്നെ നൂൻ സാക്കിനക്ക് ശേഷം ചില അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന് ഒരു നിയമമുണ്ട്, പാരായണ നിയമമുണ്ട്. അതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു അക്ഷരത്തിന് തൻവീന് വരാറുണ്ട്, കസ്ര തൻവീന് വരാറുണ്ട്, ദമ്മു തൻവീന് വരാറുണ്ട്, അൻ, ഇൻ, ഉൻ എന്ന രീതിയിൽ. ഇപ്പോൾ ഹംസക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഹംസ എന്ന അക്ഷരത്തിന് തൻവീന് വരും, കസ്ര തൻവീന് വരും, ദമ്മു തൻവീനും വരാറുണ്ട്. അപ്പൊ ഈ രീതിയിലേക്ക് വരുമ്പോൾ ഇവയെ ചില അക്ഷരങ്ങൾ, ഈ തൻവീന്, ഈ ഹംസ തന്നെ നൂൻ സാക്കിനക്ക് ശേഷമാണ് വരുന്നതെങ്കിൽ അതിൽ വേറൊരു നിയമമുണ്ട് എന്നതാണ്. പിന്നെ ഞാനിപ്പോ ഇദ്ഹാറിന്റെ
ഇൽഹാറിന്റെ നിയമമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇൽഹാറിന്റെ അക്ഷരങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കിയിരിക്കുക എന്നതാണ്. ഏതൊക്കെയാണ് വ്യക്തമാക്കേണ്ട ഈ നൂൻ സാക്കിനക്ക് ശേഷം, ഈ നൂൻ സാക്കിനക്ക് ശേഷം തൻവീനോ കെസ്ർ തൻവീനോ ഗുമ്മ തൻവീനോ ശേഷം ഇൽഹാറിന്റെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അവയെ നിങ്ങൾ വ്യക്തമാക്കിയിട്ട് പാരായണം ചെയ്യണം എന്നുള്ളതാണ്. അതിനെ നമുക്കറിയാം ഏത് അക്ഷരങ്ങളാണ്, 6 അക്ഷരങ്ങൾ തന്നെയാണ് അവക്കുമുള്ളത്. അത് ഏതാണ് അക്ഷരങ്ങൾ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഹുറൂഫ് ഹൽക്കിന്റെ അക്ഷരങ്ങൾ തന്നെയാണ്. ഏതാണ്? തൊണ്ടയിൽ നിന്ന് വരുന്ന ഈ 6 അക്ഷരങ്ങൾ തന്നെയാണ് ഇൽഹാറിന്റെ അക്ഷരമായിട്ടുള്ളത്. ഏത്? ഇൽഹാറിന്റെ അക്ഷരങ്ങൾ ഹംസ ഹ, പിന്നെ ഐൻ ഹ, പിന്നെ ഗൈൻ ഖ. അപ്പോൾ ഗൈൻ ഖ, ഗൈൻ ഖ, ഈ 6 അക്ഷരങ്ങൾ തന്നെയാണ് ഇൽഹാറിന്റെ അക്ഷരങ്ങൾ എന്നുള്ളതാണ്. ഖുർആനിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ആ ഒരു അക്ഷരത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. ഒരു ഉദാഹരണം ഇപ്പോ ഹംസക്ക് ഒരു ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എഴുതി നോക്കാം. ഹംസ എന്ന അക്ഷരത്തിന് ഒരു ഉദാഹരണം നമുക്ക് എഴുതി നോക്കാം. നൂനുസാക്കിന് വരികയാണ്. മൻ, നൂനുസാക്കിന് വന്നു അല്ലെ. ആമന ആണോ? മൻ ആമന. ഈ രീതിയിൽ വരുമ്പോൾ ശ്രദ്ധിച്ചോ, ഈ നൂനുസാക്കിന എന്നുള്ള ഈ സുക്കൂൻ നൽകപ്പെട്ട നൂനിന് ശേഷം എന്ത് അക്ഷരമാണ് വന്നേക്കണത്? ഹംസ വന്നു. അപ്പോ മൻ ആമന, ഇത് വ്യക്തമാക്കി, ഇൽഹാർ വ്യക്തമാക്കലാണ്. ഇൽഹാർ എന്ന് പറഞ്ഞാല് വ്യക്തമാക്കൽ. നമ്മളത് ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുന്നത് വളരെ ഉപകാരമാകും. കാരണം ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ. വ്യക്തമാക്കൽ, വ്യക്തമാക്കലാണത്. അപ്പോ ക്ലിയർ ആക്കുക എന്ന് പറയാൻ പറ്റുമെങ്കിൽ വ്യക്തമാക്കലാണ് മൻ ആമന. ഇനി ഹംസക്ക് ഒരു ഉദാഹരണമായിട്ട് നമുക്ക് എഴുതാം. ഇനി ഹ എന്ന അക്ഷരം ഉണ്ടല്ലോ. അപ്പോ മിൻഹും, മിൻഹും. ഇതൊരിക്കലും ഈ നൂനിനെ എന്ത് ചെയ്യാൻ പാടില്ല, അവ്യക്തമാക്കാൻ പാടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, നൂന് സാക്കിന വന്നു, പിന്നെ ഹ വന്നു. അപ്പോ മിൻഹും. അപ്പോ നൂനിനെ അവ്യക്തമാക്കാൻ പാടില്ല, വ്യക്തമാക്കണം. ഈ നൂൻ എന്നതിനെയും അതിനെയും വ്യക്തമാക്കണം. അപ്പൊ അങ്ങനെ. ഇനി അടുത്ത അക്ഷരം നമുക്ക് ഹ എന്ന അക്ഷരം നോക്കാം. തൻഹിതൂൻ, 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 തൻഹിതൂൻ ആണോ? തൻഹിതൂൻ എന്ന് പറയുമ്പോഴും അവിടെ നൂന് സാക്കിന വന്നിട്ടുണ്ട്, ഹ വന്നിട്ടുണ്ട്. ഈ 2 അക്ഷരങ്ങൾ വന്നുകൊണ്ട് തന്നെ ആ നൂന് സാക്കിനെ വ്യക്തമാക്കി നമ്മൾ പറയാം, ഇൽഹാറാക്കി പറയുകയാണ് കേട്ടോ. ഞാൻ നൂന് സാക്കിനയുടെ മാത്രം, ഇനി തൻവീനോട് പറയാണ്ട് അത് ഇൻഷാല്ലാ ഇവിടെ എഴുതുന്നതാണ്. നമുക്ക് ഓരോ അക്ഷരങ്ങളും എന്ത് ചെയ്യാം, ഇവിടെ എഴുതാം. ഇനി ഖ എന്ന അക്ഷരത്തിൽ നമുക്കൊരു ഉദാഹരണം എഴുതാം. മിൻ ഖൈർ, മിൻ ഖൈർ. ഇങ്ങനെ രീതിയിൽ പാരായണം ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ നൂന് സാക്കിനെയും ഖാവും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അത് വ്യക്തമാക്കി പറയണം എന്നുള്ളതാണ്. ഇനി അടുത്ത അക്ഷരങ്ങൾ 2 അക്ഷരങ്ങളാണ്, ഐനും ഗൈനും. അപ്പൊ ഐന് മിൻ ഇൽം, കണ്ടോ? ഞാനിതിവിടെ എഴുതുന്നു മിൻ ഇൽം, ഞാനിവിടെ എഴുതുന്നു മിൻ ഇൽം. അതേപോലെ തന്നെ മറ്റൊരു മിൻ ഗൈർ, ഗൈൻ ഉദാഹരണം മിൻ ഗൈർ ഉണ്ടോ? അപ്പോ ഇവിടെ നൂന് സാക്കിനും വന്നു, ഇവിടെ ഗൈനും വന്നു. ഓക്കെ. ഇനി നമുക്ക് നേരെ തൻവീനിലേക്ക് കടക്കാം. എങ്ങനെയാണ് നൂന് സാക്കിന് എന്നതിന് മുന്നിന് ശേഷം വരുമ്പോൾ ഹംസ വരുമ്പോൾ ഇങ്ങനെ ഹ വരുമ്പോൾ, ഹ വരുമ്പോൾ, ഹ വരുമ്പോൾ, ഐൻ വരുമ്പോൾ, ഗൈൻ വരുമ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഇനി അതിനുശേഷം തൻവീന് വരികയാണെങ്കിലോ, ഏത് നൂന് സാക്കിനക്ക് പകരം ഈ റെഡ് കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്ന നൂന് സാക്കിനക്ക് പകരം തൻവീന് വരികയാണെങ്കിലോ, ഒരു ഉദാഹരണം നോക്കാം. കുല്ലുൻ, അടാ തൻവീന് വരികയാണ്. കുല്ലുൻ ആമന. ഇങ്ങനെ തൻവീന് വരികയാണെങ്കിൽ കുല്ലുൻ ആമന.
ഞാൻ ഈ ഭാഗങ്ങൾ മായ്ച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇദ്ഹാറിനെ മാത്രം നമുക്ക് എന്ത് ചെയ്യാം എന്ന് വ്യക്തമായി മനസ്സിലാക്കാം. അപ്പോൾ കുല്ലുൻ ആമന. അപ്പോൾ കുല്ലുൻ എന്ന് പറയുമ്പോൾ ഇവിടെ തൻവീന് വന്നിട്ടുണ്ട്. ഇതാണ് നോക്കേണ്ടത്. ഈ മാർക്ക് ചെയ്യുന്ന ഹംസയും വന്നു. കുല്ലുൻ ആമന. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുല്ലുൻ ആമന എന്ന ആ ഒരു വാക്ക് വന്നപ്പോൾ എന്തായി, വ്യക്തമാക്കി ആ തൻവീനിനെ മാറ്റി എന്നുള്ളത് വ്യക്തമാക്കിയാണ് നമ്മൾ. ഇനി നമുക്കൊരു ഉദാഹരണം, ഹായിന്റെ മുന്നിൽ തൻവീന് വ്യക്തം. അപ്പൊ ഏത് തൻവീന് വന്നാലും ഒരുപോലെ തന്നെയാണ്. ഫത്തഹ തൻവീന് വന്നാലും കസ്റ തൻവീന് വന്നാലും മുമ്മ തൻവീന് വന്നാലും ഈ ഹംസന്റെ മുന്നിലും ഹായിന്റെ മുന്നിലും ഹായിന്റെ മുന്നിലും ഹായിന്റെ മുന്നിലും ഐന്റെ മുന്നിലും എന്നതിന്റെ അക്ഷരം ഏത് അക്ഷരമാകട്ടെ, ആ അക്ഷരം ഏതല്ല, ഈ 6 അക്ഷരങ്ങൾക്ക് ഏത് ഹർക്കത്താകട്ടെ അവക്ക് എന്ത് ചെയ്യണം, നമ്മൾ വ്യക്തമാക്കി പാരായണം ചെയ്യപ്പെടണം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഹായിന്റെ മുന്നിൽ ഒരു ഉദാഹരണം, കുല്ലൻ ഹദൈന. കുല്ലൻ ഹദൈന. ഇവിടെ നോക്കിക്കോ, ഇവിടെ തൻവീനാണ് വന്നിരിക്കുന്നത്. ഈ തൻവീന് ശേഷം ഹാ വന്നിരിക്കുന്നു. അപ്പോൾ അതിനെ കുല്ലൻ എന്ന് വ്യക്തമാക്കി പറയണം. കുല്ലുൻ എന്ന രീതിയിൽ ഹംസ വന്നുകൊണ്ട് വ്യക്തമാക്കി പറയണം. ഇനി ഹായിന് ഒരു ഉദാഹരണം, അലീമുൻ ഹകീം. അല്ല, അലീമുൻ. ഇപ്പോൾ അലീമുൻ തൻവീന് വന്നു. ഹകീം ഹകീം ഉണ്ടോ? അപ്പോൾ ഈ തൻവീന് വന്നതിന് ശേഷം ഹാ വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിന് ഈ മീമിന് തൻവീനുള്ളത് ലൊമ്മ തൻവീനാണുള്ളത്. അപ്പൊ തൻവീനെ നമ്മൾ വ്യക്തമാക്കണം. അലീമുൻ ഹകീം. ഇവിടെ ഫതഹ് തൻവീനാണ്. കുല്ലൻ ഹദൈന, കാരണം ഹായാണ് അടുത്ത് വന്നിട്ടുള്ളത്. ഇദ്ഹാറാക്കുക എന്നുള്ളതാണ്. ഇനി ഹായിനൊരു ഉദാഹരണം, ലത്തീഫുൻ. ലത്തീഫുൻ ഖബീർ. ലത്തീഫുൻ ഖബീർ. ഇങ്ങനെയാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ലത്തീഫുൻ ഖബീർ. ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ലൊമ്മ തൻവീനാണ്, ശേഷം ഖായാണ് വന്നിരിക്കുന്നത്. ഇദ്ഹാറിന്റെ അക്ഷരം നമ്മൾ പഠിച്ച ഇദ്ഹാറിന്റെ അക്ഷരം, ഹൽക്കിന്റെ അക്ഷരം, ഹുറൂഫുൽ ഹൽക്കിന്റെ അക്ഷരം. അപ്പൊ ഈ അക്ഷരമായ ഈ 6 അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിന്റെ മുന്നിൽ ന്യൂനസാക്കിന വന്നാലും വ്യക്തമാക്കണം. ആ ന്യൂനസാക്കിനെ വ്യക്തമാക്കണം, തൻവീനെ വ്യക്തമാക്കണം, കെസറിനെ തൻവീനെ വ്യക്തമാക്കണം, ലൊമ്മ തൻവീനെയും വ്യക്തമാക്കണം എന്നുള്ളതാണ്. ഇനി ഐനിന് ഉദാഹരണം, സമീഅൻ. അതാ സമീഅൻ അലീം. ഓ ഐൻ വന്നു, അതിന്റെ മുന്നിൽ ലൊമ്മു തൻവീനും വന്നു. അപ്പോൾ സ്വാഭാവികമായും അതിനെ ഇദ്ഹാർ ആക്കണം എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഗൈനൊരു ഉദാഹരണം നമുക്ക് എഴുതാം, ഖൗലൻ ഗൈർ. എന്താ ഖൗലൻ ഗൈർ. അപ്പോൾ നോക്കി, നമ്മൾ ഇവിടെ ഫതഹ് തൻവീനുമാണ് വന്നിട്ടുള്ളത്, ഗൈനും വന്നിട്ടുണ്ട്. ഗൈനിന്റെ മുന്നിലാണ് തൻവീന് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താക്കണം, ആ തൻവീനിനെ വ്യക്തമാക്കി പാരായണം ചെയ്യണം എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇദ്ഹാറിന്റെ അക്ഷരങ്ങളെ സംബന്ധിച്ച് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കുക. ഈ ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള ഹംസയാകട്ടെ, ഹായാകട്ടെ, ഹാ ആകട്ടെ, ഖ ആകട്ടെ, ഐനാകട്ടെ, ഗൈനാകട്ടെ, ഈ 6 അക്ഷരങ്ങളിലും അതിന് മുന്നിൽ ന്യൂനസാക്കിന വന്നാലോ ലൊമ്മ തൻവീനോ ഫതഹ് തൻവീനോ കസ്റ തൻവീനോ വന്നാലോ ആ തൻവീനുകളെയും ന്യൂനസാക്കിനെയും എന്താക്കണം, വ്യക്തമാക്കി പാരായണം ചെയ്യണം എന്നുള്ളതാണ് ഇദ്ഹാറിന്റെ നിയമം. അത് ന്യൂനസാക്കിനയിലെ ഒന്നാമത്തെ നിയമമായി പിടിച്ചു. ന്യൂനസാക്കിനക്ക് ശേഷം തൻവീനോ അല്ലെങ്കിൽ കസ്റ തൻവീനോ ലൊമ്മ തൻവീനോ ശേഷം ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ വന്നാൽ അവയെ വ്യക്തമാക്കണം. അതാണ് നമ്മളിവിടെ പാരായണം ചെയ്ത് ഓരോ ഉദാഹരണങ്ങൾ കാണിച്ചത്. ഇങ്ങനെ നല്ല രീതിയിൽ ഓരോ അക്ഷരങ്ങളെയും കൃത്യമായി പഠിച്ച് മനസ്സിലാക്കുക. ഖുർആൻ കാരികളാകാൻ പരമാവധി പ്രാക്ടീസ് ചെയ്യുക, എഫേർട്ട് എടുത്തുകൊണ്ട് പാരായണം ചെയ്യുക. ഇദ്ഹാറിന്റെ അക്ഷരങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉടനെ ആ രീതിയിൽ തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹംസ ഹ, ഐൻ ഹ, ഗൈൻ ഖ ഈ അക്ഷരങ്ങൾ കൃത്യമായി ഓർത്തിരിക്കുക. ഹൽക്കിന്റെ അക്ഷരങ്ങളാണ്, ഹുറൂഫ് ഹൽക്കിന്റെ അക്ഷരങ്ങളാണ്. ആ അക്ഷരങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ പഠിക്കാനും മനസ്സിലാക്കാനും
പാരായണ നിയമത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നവരിലും അല്ലാഹു തആല നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അവന്റെ കലാമിനോട് ഏറെ ഇഷ്ടമുള്ളവരായി നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറു ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.